നമസ്കാരം. ഒരിക്കൽ ശ്രീരാമനോട് ഹനുമാൻ ചോദിക്കേണ്ടായി, ആത്യന്തികമായ ആ ലക്ഷ്യത്തിൽ അല്ലെങ്കിൽ മോക്ഷപ്രാപ്തിയിലേക്ക് എത്തിച്ചേരാനായിട്ട് ഉള്ള ഏറ്റവും ശക്തമായ അല്ലെങ്കിൽ അവിടെ എത്തിച്ചേരുമെന്ന് ഉറപ്പുള്ള ആ ഒരു മാർഗം എനിക്ക് ഉപദേശിച്ചാലും. തൻ്റെ ശിഷ്യൻ്റെ അഭ്യർത്ഥനയ്ക്ക് ശ്രീരാമൻ നൽകിയ ഉപദേശമാണ് ഇന്ന് നമ്മളോട് പരിചയപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട എന്ന് വിശേഷിപ്പിക്കാവുന്ന, അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ശ്രീരാമൻ ഹനുമാന് ഉപദേശിച്ച ആ മാർഗം. അദ്ദേഹം ഹനുമാനോട് പറഞ്ഞു, ഹനുമാൻ, നീ ഓംകാരത്തിൽ മെഡിറ്റേറ്റ് ചെയ്യുക, ഓംകാരത്തെ ധ്യാനിക്കുക, ഓം ഉരുവിട്ടുകൊണ്ട് ധ്യാനിക്കുക, ഓമിൽ മാത്രം ശ്രദ്ധിക്കുക. എന്നിട്ട് നിനക്ക് ആ ആത്യന്തികമായ ജീവിതത്തിൻ്റെ അർത്ഥം മനസ്സിലാകുന്നില്ല എങ്കിൽ, അല്ലെങ്കിൽ അവിടെ എത്തിച്ചേരുന്നില്ല എങ്കിൽ, നീ മാണ്ഡൂക്യ ഉപനിഷത്ത് എന്ന് പറയുന്ന ഉപനിഷത്തിൻ്റെ ആദ്യ അധ്യായം വായിക്കുക. എന്നിട്ടും നീ തൃപ്തനല്ലെങ്കിൽ മാണ്ഡൂക്യ ഉപനിഷത്തിൻ്റെ ആദ്യ 6 അധ്യായങ്ങൾ വായിക്കുക. എന്നിട്ടും നിനക്കവിടെ എത്താൻ കഴിഞ്ഞില്ല എങ്കിൽ മാണ്ഡൂക്യ ഉപനിഷത്ത് വായിക്കുക. പിന്നെയും പഠിക്കണമെന്ന് തോന്നുകയാണെങ്കിൽ നീ എല്ലാ ഉപനിഷത്തുകളും വായിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഇവിടെ എന്താണ് മാണ്ഡൂക്യ ഉപനിഷത്തിൻ്റെ ആദ്യ അധ്യായം? അത് ഓംകാരത്തിൻ്റെ അർത്ഥത്തെ കുറിച്ചാണ്. ആദ്യത്തെ 6 അധ്യായങ്ങളോ അതും ഓംകാരത്തെക്കുറിച്ചാണ്. ഇനി 12 അധ്യായങ്ങളോ അതും ഓംകാരത്തെക്കുറിച്ചാണ്. അങ്ങനെയാണെങ്കിൽ ഇനി ബാക്കിയുള്ള ഉപനിഷത്തുകളെല്ലാം പറയാൻ പോകുന്നത് ഇതേ ഓംകാരത്തെക്കുറിച്ചാണ്. ഈ ഓം മെഡിറ്റേഷൻ്റെ ഈ പ്രാധാന്യത്തെ പലതരത്തിലുള്ള പല ഭാഗങ്ങളിൽ നമ്മുടെ പുരാണങ്ങളിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. കാർത്തികേയന് അഥവാ സുബ്രഹ്മണ്യന് ഉപദേശിക്കപ്പെടുന്നതായിട്ടും അവിടെയെല്ലാം നമുക്ക് എത്ര കണ്ട് പ്രാധാന്യം അർഹിക്കുന്നതാണ് ഈ മെഡിറ്റേഷൻ എന്ന് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ഇനി അത് എങ്ങനെ പ്രാക്ടീസ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. അവിടെയാണ് നമ്മൾ കുറച്ചും കൂടെ ഈ ഓമിനെ അടുത്തറിയേണ്ടത്. എന്തുകൊണ്ടാണ് മാണ്ഡൂക്യോപനിഷത്ത് പഠിക്കാനായിട്ട് ഓമിനെ പെട്ടെന്ന് മനസ്സിലായില്ല എങ്കിൽ മാണ്ഡൂക്യോപനിഷത്ത് പഠിക്കാനായിട്ട് ശ്രീരാമൻ പറഞ്ഞത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മാണ്ഡൂക്യോപനിഷത്തിൽ പറയുന്ന ഓമിനെ തിരിച്ചിട്ടുള്ളത് നമ്മുടെ കോൺഷ്യസിൻ്റെ 4 അവസ്ഥകളായിട്ടാണ്. സ്വപ്നം, ഡ്രീം, സ്വപ്നം എന്ന സ്വപ്നാവസ്ഥ, ഉണർന്നിരിക്കുന്ന അവസ്ഥ എന്ന ജാഗ്രത്, ഉറങ്ങിയിരിക്കുന്ന അവസ്ഥ എന്ന സുഷുപ്തി. എന്നാൽ ഈ ഉണർച്ചയിലും ഉറക്കത്തിലും ഏറെ മേൽക്കോയ്മ നേടി നിൽക്കുന്നത് ആക്ച്വലി സ്വപ്നമാകുന്നു. പലപ്പോഴും നമ്മൾ ഉണർന്നിരിക്കുമ്പോൾ നമ്മൾ പ്രസൻറ്റിലല്ല ജീവിക്കുന്നത്. പ്രസൻറ്റിലില്ലാത്ത എല്ലാം തന്നെ സ്വപ്നമാണ്. അത് യാഥാർത്ഥ്യമാവണമെന്ന് ഒരു നിർബന്ധവുമില്ല. അതുപോലെ ഉറങ്ങുമ്പോഴാണെങ്കിലും നമ്മൾ ആഴത്തിലുറങ്ങാനോ മറ്റോ നമുക്ക് കഴിയാതെ നമ്മളെ പലപ്പോഴും തടയുന്നതും ഇതിൽ പ്രധാന പങ്ക് വഹിക്കുന്നതും സ്വപ്നങ്ങളാണ്. അപ്പോൾ ഇതിനെ വേർതിരിച്ച് ഈ ജാഗ്രത്, സ്വപ്ന, സുഷുപ്തി എന്ന് പറയുന്ന അവസ്ഥകളെ വേർതിരിച്ച് മനസ്സിലാക്കാനും അതിനെ വേർതിരിച്ച് അനുഭവിക്കാനും കഴിയുന്ന അവസ്ഥയിൽ നമ്മൾ എത്തിച്ചേരുമ്പോൾ നമ്മൾ 4മതൊരു സ്റ്റേജിൽ അഥവാ തുരീയം എന്ന് പറയുന്ന ഒരു അവസ്ഥയിൽ എത്തിച്ചേരും. കോൺഷ്യസിൻ്റെ ഒരു 4മത്തെ സ്റ്റേജിൽ നമ്മൾ എത്തിച്ചേരുമെന്നാണ് മാണ്ഡൂക്യോപനിഷത്തിൻ്റെ ഒരു സാരാംശം. നമുക്കത് വേറൊരു വീഡിയോയിൽ അതിനെക്കുറിച്ച് കൂടുതൽ പരിചയപ്പെടാം. ഇവിടെ പ്രാധാന്യം അർഹിക്കുന്നത് ഈ ഒരു സാരാംശമാണ്.
ഈ 3 തലങ്ങളാണ് ഓമിൻ്റെ അടിസ്ഥാനമായ 3 ശബ്ദങ്ങൾ. ആ, ഉ, ഉം എന്ന ഈ 3 ശബ്ദങ്ങൾ നമ്മുടെ കോൺഷ്യസിൻ്റെ ജാഗ്രത്, സ്വപ്ന, സുഷുപ്തി എന്ന് പറയുന്ന ഈ 3 അവസ്ഥകളെ പ്രതിനിധാനം ചെയ്യുന്നു. നമ്മൾ ആക്ച്വലി ഓം ഉച്ചരിക്കുമ്പോൾ ആ, ഊ, ഉം എന്ന് പറയുന്ന ശബ്ദത്തിൽ കൂടെ കടന്നു പോകണമെന്നാണ് പറയുക. എന്നാൽ സംസ്കൃത വ്യാകരണത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ആ, ഊ, ഉമ്മിനെ വേർതിരിച്ചുച്ചരിക്കാതെ ഓം എന്ന് തന്നെയാണ് ഉച്ചരിക്കുന്നത്. എന്നാൽ ഈ 3 വാക്കുകളും അതിനുള്ളിൽ അടങ്ങിയിട്ടുണ്ട്. അത് മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മൾ ഓമിനെ ഉച്ചരിക്കാൻ. അങ്ങനെയാണെങ്കിൽ ഓം എങ്ങനെയാണ്, അല്ലെങ്കിൽ എന്താണ് ഈ 3 അവസ്ഥകൾ കഴിഞ്ഞിട്ട് ഓം എങ്ങനെയാണ് നമ്മൾ തുരീയാവസ്ഥയിലേക്ക് എത്തിക്കുന്നത്, അല്ലെങ്കിൽ 4ാമത്തെ കോൺഷ്യസിലേക്ക് എത്തിക്കുന്നത് എന്നതാണ് ഇവിടെ പരമപ്രധാനം. അതായത് നമ്മൾ മനസ്സിലാക്കി ഈ 3 അവസ്ഥകൾ നമ്മൾ വേർതിരിച്ചറിയുമ്പോൾ, ഓമിനുള്ള 3 ശബ്ദങ്ങൾ നമ്മൾ വേർതിരിച്ചറിയുമ്പോൾ, അതിൽ നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുമ്പോൾ, ആ ശബ്ദങ്ങളെ നമ്മൾ മനസ്സിലാക്കി വരുമ്പോൾ ഈ ഓമിൻ്റെ തുടക്കവും അവസാനവും മനസ്സിലാക്കാൻ കുറച്ച് പ്രയാസമായിരിക്കും. ഓമിൻ്റെ ഏറ്റവും വലിയ സവിശേഷത എന്നാൽ നമ്മൾ ജസ്റ്റ് വാ തുറന്ന് ആ ജസ്റ്റ് ഒരു ശബ്ദം പുറപ്പെടുവിച്ചിട്ട് വായ ജസ്റ്റ് തുറക്കുകയും അടയ്ക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി സംഭവിക്കുന്ന ഒന്നാണ് ഓം. അതിന് വേറൊന്നും വേണ്ട, ജസ്റ്റ് വായ തുറന്ന് ശബ്ദം പുറപ്പെടുവിക്കുക, മെല്ലെ വായ തുറക്കുക, അടയ്ക്കുക, അത് ഓമായി മാറും. ഒരു ശ്വാസത്തിൻ്റെ ആദ്യവും അവസാനവും കണ്ടെത്താൻ ശ്രമിക്കുന്നുണ്ട്. ഒരു ശ്വാസം എവിടെ നിന്ന് തുടങ്ങുന്നു, എവിടെ അവസാനിക്കുന്നു എന്ന് കണ്ടെത്താൻ ശ്രമിക്കുന്നുണ്ട്. അപ്പം ഇതിലേതെങ്കിലും ഒരു കാര്യത്തിൻ്റെ ഈ ആദ്യമോ അവസാനമോ കണ്ടെത്താൻ കഴിഞ്ഞാൽ ആ പരമമായ അർത്ഥത്തെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിച്ചിരുന്നത്. ഇൻസെപ്ഷൻ എന്ന് പറയുന്നൊരു സിനിമ നമ്മളുടെ അടുത്ത കാലങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. അതും ഈ വിഷയത്തെ തന്നെയാണ്. ആരംഭം എവിടെ നിന്നാണ്, നമ്മളുടെ ഇവിടെ നമുക്കറിയില്ല നമ്മുടെ ജീവിതം എവിടെ നിന്നാണ് ആരംഭിച്ചത്. എവിടെയോ ഒരു ഭാഗത്ത് നമുക്ക് ഓർമ്മയുണ്ട്, അവിടെ നിന്നിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഓർമ്മയുണ്ടെന്നല്ലാതെ നമുക്ക് ഓർമ്മ ലഭിക്കുന്നതിന് മുന്നേ എന്തായിരുന്നു നമ്മളെന്നുള്ളതിനെ കുറിച്ചിട്ട് നമുക്ക് ധാരണയില്ല. അങ്ങോട്ടെത്താൻ കഴിയുമോ? ഇതേ അവസ്ഥ സ്വപ്നത്തിലുണ്ട്. ഒരു സ്വപ്നം എവിടെ നിന്നാണ് ആരംഭിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല, അതെവിടെ അവസാനിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയില്ല. ഇതാണ് ഓമിനെ ഇത്രയും പ്രാധാന്യം അർഹിക്കുന്നതാക്കുന്നതും. ഇവിടെ ഓമിൻ്റെ മെഡിറ്റേഷനിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അല്ലെങ്കിൽ ഈ ഓംകാരത്തെ നമ്മൾ ചാൻറ്റ് ചെയ്ത് മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഓമിലല്ല, ഈ ശബ്ദം എവിടെ നിന്ന് ആരംഭിക്കുന്നു, ഈ ശബ്ദം എവിടെ അവസാനിക്കുന്നു. ഈ ആ, ഉ, എം എന്ന് പറയുന്ന 3 അവസ്ഥകളെ തരണം ചെയ്ത് നമ്മൾ പുറപ്പെടുവിക്കുന്ന ഈ ശബ്ദം അത് അവസാനിക്കുന്നുണ്ടോ? നമ്മൾ നിശബ്ദത എന്ന് വിചാരിക്കുന്ന ഭാഗം, അല്ലെങ്കിൽ അതില്ലാതാകുന്നു എന്ന് വിചാരിക്കുന്ന ഭാഗം, അത് ശരിക്കും ആ ശബ്ദമില്ലാത്ത അവസ്ഥയാണോ? ഇനി ആ ശബ്ദം ഒന്നുമില്ലാത്തടത്തുനിന്ന് ആരംഭിച്ചതാണോ? അങ്ങനെ ഒരു വസ്തുവിന് ഉണ്ടാവാൻ കഴിയില്ല എന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അപ്പം ആ നിശബ്ദതയിൽ, അല്ലെങ്കിൽ ആ ആദ്യത്തിൽ, അല്ലെങ്കിൽ അവസാനത്തിൽ എന്തോ സംഭവിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അത് ആ ശബ്ദത്തിൻ്റെ ഉത്ഭവം എവിടെയാണ്, അല്ലെങ്കിൽ അവസാനം എവിടെയാണ് എന്ന് കണ്ടെത്തലാണ് ഓം മെഡിറ്റേഷനിൽ, അല്ലെങ്കിൽ ഓമിൻ്റെ യഥാർത്ഥ ധ്യാന രീതി. അതാണ് അതിനെ കൂടുതൽ ശക്താക്കുന്നതും. ഇവിടെ എന്താണെന്ന് ഇതിൻ്റെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമെന്ന് വെച്ചാൽ ഈ മനസ്സിൻ്റെ ഈ 3 അവസ്ഥകളെ, ഇനി അത് വേണ്ട, നമ്മൾ മനസ്സിനെ തന്നെ വെറുതെ എടുത്താൽ നമുക്കറിയാം, നമ്മൾ പലപ്പോഴും വിചാരിക്കുന്ന ഒരു കാര്യമാണ്, നമ്മളുടെ ചിന്തകളാണോ നമ്മളുടെ ഈ മനസ്സ്? ആ ചിന്തകൾക്കപ്പുറത്ത് നമ്മൾ ചിന്തകളെ നമുക്ക് നിശ്ചലമാക്കാൻ കഴിഞ്ഞാൽ, നമ്മൾ ഓമിൻ്റെ അവസാനത്തിൽ നിശബ്ദതയെ അന്വേഷിച്ച പോലെ തന്നെ ആ ചിന്തകൾ നിശബ്ദമാകുമ്പോൾ, അല്ലെങ്കിൽ അവിടെ ചിന്തകളില്ലാതാകുന്ന സമയത്ത് ചിന്തകൾക്ക് പിറകിലുള്ള മനസ്സിൻ്റെ സ്ഥായിയായ അഭാവം, അല്ലെങ്കിൽ അതിന് ശേഷമുള്ള ഭാവം എന്താണ്
എന്നുള്ള അന്വേഷണം തന്നെയാണ് ഈ ഓംകാരത്തിൻ്റെ പ്രാക്ടീസും. ഇതിനെ പലതരത്തിലുള്ള പ്രാക്ടീസസ് ആയിട്ട് ഇപ്പോൾ നമ്മളുടെ വിജ്ഞാന ഭൈരവ തന്ത്രം തുടങ്ങുമ്പോൾ ഇത് തന്നെ ശ്വാസത്തിൽ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനെ മനസ്സിലാക്കുന്നിടത്ത് നിന്നാണ്, അല്ലെങ്കിൽ എല്ലാത്തിൻ്റെയും ഈ ആരംഭം അവസാനം ഒരു കാര്യം ഇല്ലായ്മയിൽ നിന്ന് ഉണ്ടാവില്ല എന്ന് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ എന്താണ് ഇതായി തീരുന്നത്, എവിടെ നിന്നാണ് ഇതെല്ലാം ആരംഭിക്കുന്നത്, ഈ ശബ്ദം പോലും എവിടെ നിന്നാണ് ഇത് ആരംഭിക്കുന്നത്, ഒരു ശ്വാസം എവിടെ നിന്നാണ് ആരംഭിക്കുന്നത് എന്നുള്ള അന്വേഷണമാണ് ശക്തമായ മെഡിറ്റേഷൻ രീതിയായിട്ട്, അല്ലെങ്കിൽ അതിൻ്റെ ഏറ്റവും സിമ്പിളായിട്ടുള്ള പ്രാക്ടീസാണ് ഓം എന്ന് പറയുന്ന പ്രാക്ടീസ്. അതാണ് ഹനുമാനോട് രാമൻ പ്രാക്ടീസ് ചെയ്യാനായിട്ട് ആവശ്യപ്പെട്ടത്. തീർച്ചയായിട്ടും നമുക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ മാണ്ഡവ്യോപനിഷത്തെല്ലാം നമുക്കിവിടെ വിശകലനം ചെയ്യാം. ഓം പ്രാക്ടീസ് ചെയ്ത് നോക്കുക, നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ മനസ്സിലാക്കി പ്രാക്ടീസ് ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ കമൻ്റായിട്ടോ മെസ്സേജായിട്ടോ അറിയിക്കുക. താങ്ക് യു.